ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ കുട്ടിയുടെ ഒരു ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് എന്നിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നു. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുകൾ വശത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്ന കോട്ടൻ്റെ ലൈനിങ് ആണ്. ആ കോട്ടൻ്റെ ലൈനിങ് കൊണ്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഷോൾഡർ ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുത്തകൽ എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഒരു 2.5 ഇഞ്ച് നമുക്ക് ഷോൾഡറിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഒരു 2 ഇഞ്ചിൻ്റെ അടുത്തോളം നമുക്ക് ഷോൾഡർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോൾ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ ചെസ്റ്റ് എടുക്കുക. ചെസ്റ്റ് അളവ് എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. ചെസ്റ്റ് അളവ് എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് വേസ്റ്റിൻ്റെ അടുത്തും എടുക്കുന്നത്. നമ്മുടെ ബോഡീൻ്റെ ഷോൾഡർ മുതൽ നമ്മുടെ ബോഡീൻ്റെ ഫ്രില്ല് വരുന്നത് വരെയിൽ ഇറക്കം എടുക്കുന്നുണ്ട്. ആ ഇറക്കം ആ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അതിൻ്റെ ഒന്നിച്ച് നമുക്ക് മുകൾ വശത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ താഴ്വശത്ത് ഫ്രില്ലിട്ട് കൊടുക്കാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് ഒരു 8.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് എടുക്കുന്നത്, ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ച് എടുക്കുന്നത്. ഞാനിപ്പോൾ നെക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ബാക്ക് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ മെയിൻ ക്ലോത്തിൽ ഞാൻ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൽ കറക്റ്റായിട്ട് നെക്കൊക്കെ വരച്ചിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മുടെ സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് അടിച്ചതിന് ശേഷം ഞാൻ ആ ഫൂട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മെഷീൻ്റെ ഫൂട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ ആം ഹോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ആം ഹോൾ, ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. 2 ആം ഹോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് നെക്കൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടൊക്കെ സൈഡിലിട്ടിട്ട് നമുക്ക് ഇത് അവിടെ മാറ്റി വെക്കാം. നമ്മൾ ഇൻവിസിബിൾ സിബ് എന്നിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മെയിൻ ക്ലോത്തിൽ സിബ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ സിബ് സാധാരണ ഇതുപോലെയാണല്ലോ ഉണ്ടാവല്. നമ്മളതെങ്ങനെയാണ് വെക്കുന്നതെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഇതുപോലെ വരുന്ന സിബിനെ നമുക്ക് ആ പല്ല് വരുന്ന ഭാഗമില്ലേ, ഇതുപോലെ നേരെ വെക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. ആ പല്ല് വരുന്ന ഭാഗം നമുക്ക് ഇവിടെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ആയിട്ട് വരണം. അതുപോലെയാണ് വരുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ആദ്യം നല്ല മെയിൻ ക്ലോത്തും സിബും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. താഴത്തോളം നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഈ സിബിൻ്റെ അറ്റത്ത് നമുക്ക് സിബിൻ്റെ പല്ലില്ല, അതിൻ്റെ അറ്റത്തെ കൂടിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുക്കാം. ഇത് നമുക്ക് സിംഗിൾ ഫൂട്ടും വേണമെങ്കിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫൂട്ടിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾസ് ഉണ്ടാകും. ആ ഹോൾസ് ഈ പല്ലിൻ്റെ അടുത്ത്, ആ പല്ലിൻ്റെ ഓപ്പോസിറ്റ് ഫൂട്ട് വരുന്ന രീതിക്ക് വെക്കണം. ആ ഹോൾസ് വരുന്നിടത്ത് സിബിൻ്റെ പല്ല് വെക്കുക. അപ്പോൾ നമുക്ക് ആ സൈഡിൽ സിബിൻ്റെ സൈഡിലേ കൂടി നമുക്ക് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് വരുന്ന സൈഡും ചെയ്തെടുക്കേണ്ടത്. അത് ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ പല്ലിൻ്റെ അറ്റത്തെ കൂടിയിട്ട് അടിച്ചെടുക്കാം.
ഒരു സൈഡ് അടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സിബ് ഇട്ട് കൊടുക്കുക, മറ്റത്തേൻ്റെ അടിച്ചു കൊടുക്കുക. ചിലപ്പോൾ നമ്മുടെ സിബിൻ്റെ പല്ലിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിബ് അടക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഓപ്പോസിറ്റ് സൈഡ് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മളിത് ഫുള്ള് ഫിനിഷ് ചെയ്തില്ലേ, അതിന് ശേഷം നമുക്കെന്താ ലൈനിങ് വെച്ച് കൊടുക്കാം. ലൈനിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ മുകളിൽ ചെറിയൊരു ഗമ്മ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഗമ്മില്ലേ, നമ്മുടെ സിബ് പകുതി വരെ നമുക്ക് അടക്കാൻ പറ്റും. അതിൻ്റെ ബാലൻസ് കുറച്ച് മെറ്റീരിയൽ ഇതുണ്ടാവില്ലേ, സിബിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, അത് നമുക്കൊന്ന് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആ സിബ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് കഴുത്തടിക്കാം. കഴുത്ത് ആദ്യം അടിച്ചിട്ട് നമുക്ക് ഈ സാലോളം സിബിനോട് ചേർത്തിട്ട് നമുക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ, ഇങ്ങനെ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സൈഡിലായിട്ട് അതുപോലെ ചെയ്താൽ മതി. നമുക്ക് സൈഡിലേക്ക് കൂടിയിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ ആം ഹോൾ അടിച്ചെടുക്കാം. ഇതുപോലെ ബാക്ക് വശം, രണ്ട് ബാക്ക് വശം ഫിനിഷ് ചെയ്തെടുക്കാം. ബാക്ക് വശം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം, നല്ല വശത്തും കൂടി സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. ഫ്രണ്ട് വശം നമ്മൾ നല്ല വശത്ത് ഇപ്പോൾ സ്റ്റിച്ച് കൊടുക്കുന്നില്ല, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നല്ല വശത്തെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഫ്രണ്ട് വശമാണ് എടുത്തിട്ട് ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശത്തോടെ ബാക്ക് വശത്തിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഷോൾഡർ 2 സ്റ്റിച്ച് വീതം 2 ഷോൾഡറും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മുടെ സാധാരണ നമ്മൾ മാർക്കൊക്കെ ചെയ്യുന്നില്ലേ, മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നേരത്തെ ചെയ്ത ഒരു 5.5 ഇഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് 2 സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ട് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മൾ സൈഡിൽ വള്ളി വെച്ച് കൊടുക്കും. അപ്പോൾ ആ വള്ളിയും കൂടി വെച്ച് കൊടുത്തിട്ട് സൈഡൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഇത് ഞാൻ താഴ്വശത്തേക്കുള്ള നെറ്റ് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴ്വശത്തേക്ക് ഞാൻ ലെങ്ത്ത് എടുക്കുന്ന 12 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് എടുക്കുന്ന 12 ഇഞ്ച് മതി. ഞാൻ തയ്യൽ തുമ്പ് എല്ലാം കൂട്ടിയിട്ടാണ് 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തില്ല. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 2.5 മീറ്റർ മെറ്റീരിയലാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്കതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 5 മീറ്ററോളം വരും. അതായത് ഡബിൾ വീതി മെറ്റീരിയലാണല്ലോ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം 5 മീറ്ററോളം കിട്ടും. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു വയസ്സുള്ള കുട്ടികൾ അത്യാവശ്യം വേണ്ട ഒരു ഫ്രില്ല് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവിൽ തന്നെ ഞാൻ സാറ്റിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കോട്ടൻ്റെ ലൈനിങ് ഞാൻ വെക്കണമെന്ന് കരുതിയില്ല. ബാലൻസ് വന്ന ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രില്ലിട്ടെടുക്കാം. നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം. ലോങ് സ്റ്റിച്ച് എടുത്ത് നമുക്കിങ്ങനെ വലിച്ചിട്ട് വേണമെങ്കിൽ ഫ്രില്ലിടാം. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചെയ്യെടുക്കുന്നത് ഇതുപോലെ തന്നെ ഫ്രില്ലിട്ട് എടുക്കുന്നതാണ്. ഇത് അതിനേക്കാളും മറ്റേ ലോങ് സ്റ്റിച്ച് ഇട്ട് നമ്മൾ സ്റ്റിച്ച് വലിച്ചെടുക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ എടുക്കാൻ വേണ്ടി, പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ റൗണ്ട് എത്രയാണ് വരുന്നത് നോക്കാം. എത്രയാണോ റൗണ്ട് വരുന്നത് ആ ഒരു റൗണ്ടിൻ്റെ അത്ര, അതായത് ഫുൾ റൗണ്ടാണ് എടുക്കേണ്ടത്, പകുതിയല്ല, ഹാഫല്ല, ഫുള്ളായിട്ട് ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം. അപ്പോൾ എത്രയാണ് വരുന്നത് നോക്കാം. ആ ഒരു അളവിൽ വേണം നമ്മളിത് ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ഇതും ജോയിൻ ചെയ്തെടുക്കാം. സാറ്റിൻ്റെ ലൈനിങ്ങും ജോയിൻ ചെയ്തെടുക്കാം, കോട്ടൻ്റെ ലൈനിങ്ങും ജോയിൻ ചെയ്തെടുക്കുക. ഇത് 3 സെയിം അളവിൽ വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
നെറ്റ് ഫുള്ള് നമ്മൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബോഡി പാർട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വശത്തോട് നല്ല വശം വെച്ചിട്ട് നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെറ്റ് ആദ്യം ജോയിൻ ചെയ്തിട്ടാണ് പിന്നെ സാറ്റിൻ്റെതും കോട്ടൻ്റെതുതും അത് ഒന്നിച്ച് ആദ്യം ജോയിൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒന്നിച്ച് ജോയിൻ്റ് ആക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇത് നെറ്റ് മൂന്നും ഒന്നിച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നെറ്റും അതുപോലെ സാറ്റിനും കോട്ടൻ്റെതും ആദ്യം റൗണ്ടിൽ ഒന്നിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ബോഡി പാർട്ടിൻ്റെ ഒന്നിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം നെറ്റ് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ടും അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും സാറ്റിൻ്റെതും വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തു. അടുത്ത സാറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ പീസാക്കി അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാറ്റിൻ്റെയൊക്കെ നൂലൊക്കെ വേഗം വലിഞ്ഞ് പോകുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയായിരുന്നു. അതായത് നല്ല മെറ്റീരിയൽ ഇത് നല്ലതും ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത രീതിക്കാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ല വശമല്ലേ കാണുന്നത്, ഓപ്പോസിറ്റ് അടിവശത്തുള്ളത് നല്ല വശമാണ്. ഇപ്പോൾ മെഷീൻ്റെ പലയോട് ചേർന്നിട്ടുള്ളത് നല്ല വശമായിട്ടാണ് വരുന്നത്. ഇതുപോലെ ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മുടെ ചീത്തവശം എടുക്കാം. ചീത്തവശം എടുത്തിട്ട് ആദ്യം ഈ ഒരു ഇത്ര പോരെ പീസ് വരുന്നില്ല അത്ര പോരെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് എനിക്ക് അച്ഛൻ പറഞ്ഞൊരു ഐഡിയ ആണ്. സാധാരണ എൻ്റെ മെഷീനിൽ ഓവർലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ നൂല് വലിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അറ്റത്തെ കൂടി സ്റ്റിച്ച് കൊടുക്കണം. ഒരുപാട് ഇതിൽ കൊടുത്താൽ നമുക്ക് കവർ ചെയ്തടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അറ്റത്തെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരെ മോശം വശത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വശം ഉള്ളിലായി, മോശം വശം ഇപ്പോൾ പുറത്തുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അതിന് ശേഷം ആ വരച്ചതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് കൂടിയിട്ട്, അതായത് നമുക്ക് ആ ഒരു തുച്ഛം നമുക്ക് കൈ കൊണ്ട് ടച്ച് ആക്കുമ്പോൾ മനസ്സിലാവും എത്ര പോരെ ഉള്ളതെന്നില്ലേ. നമുക്ക് അട വെച്ചിട്ട് നമുക്കൊന്ന് താലോളം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തുച്ചോ കാര്യങ്ങളോ പുറത്ത് കാണാനും ഉണ്ടാവില്ല, നൂലും കാര്യങ്ങളൊന്നും വലിഞ്ഞ് പോവുകയും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും നമുക്കതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ട് ബോഡി പാർട്ട് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണുക കേട്ടോ. ഇനി നമുക്ക് അടിച്ച് വെച്ച മറ്റേ ലൈനിങ്ങിൻ്റെ കൂടി ഇതിന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഇപ്പോൾ ബോഡി പാർട്ട് ഉള്ളിലേക്കാണ് ആക്കിയിട്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം റൗണ്ടിലൊന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.